ഓരോ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ നോക്കുകയും സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുകയും ഡെയിലി അപ്ഡേറ്റ് ആകുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇതിന് വിപരീതമായ ഒരു സ്ഥലമുണ്ട്. അവിടെ ജീവിക്കുന്ന ആളുകൾ നമ്മളിൽ പലരെക്കാളും സന്തോഷവാനാണ്. ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സമൂഹങ്ങളിൽ ഒന്നായ പിറ്റ്കെയിൻ ഐലൻഡ് ആണ് അത്. ഇവിടെ ഇന്റർനെറ്റ് വളരെ പരിമിതമാണ്, എന്നാൽ ജീവിതം മനോഹരവും ലളിതവുമാണ്. പസഫിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പിറ്റ്കെയിൻ ദ്വീപ് വളരെ ഒറ്റപ്പെട്ട ഒരിടമാണ്. ഏകദേശം 50 ആളുകൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. ഇവിടെ ട്രാഫിക് ജാമുകളില്ല, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാരില്ല, വൈറൽ ട്രെൻഡുകളില്ല. ഇവിടെ ജീവിതം മുന്നോട്ടു പോകുന്നത് മീൻപിടുത്തവും കൃഷിയും മുഖാമുഖമുള്ള സംഭാഷണങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ്. നിങ്ങളുടെ ഒരു ദിവസം അളക്കുന്നത് നിങ്ങൾ എത്ര ഇമെയിലുകൾക്ക് മറുപടി നൽകി എന്നതിനല്ലേ. എന്നാൽ ഇവിടെ കടൽക്കാറ്റ് എത്ര നന്നായി അനുഭവപ്പെട്ടു എന്നതിനെ ആശ്രയിച്ചാണ്. ഈ ദ്വീപിൽ അവർക്ക് സാങ്കേതികമായി ഇന്റർനെറ്റ് സൗകര്യമുണ്ടെങ്കിലും അത് വളരെ വേഗത കുറഞ്ഞതും ചെലവേറിയതുമാണ്. അതിനാൽ മിക്ക ആളുകളും അത് ഉപയോഗിക്കാറില്ല. ഒരു വീഡിയോ സ്ട്രീം ചെയ്യുന്നത് അനന്തരമായ സ്ക്രോളിംഗ് ഇവിടെ അസാധ്യമാണ്. തുടക്കത്തിൽ ഈ ദ്വീപ് കാണാൻ വന്ന പല സന്ദർശകരും ചിന്തിക്കും, ഇന്റർനെറ്റ് ഇല്ലാതെ അവർ എങ്ങനെ ജീവിക്കുന്നു എന്ന്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു അത്ഭുതം സംഭവിക്കും. ഈ പറഞ്ഞവരൊക്കെ സ്വയം ഇന്റർനെറ്റ് മറന്ന് ജീവിക്കാൻ തുടങ്ങും. ആ ദ്വീപ് നിവാസികളെ പോലെ. സോഷ്യൽ മീഡിയയിലേക്കുള്ള നിരന്തരമായ എക്സ്പോഷർ ആൻസൈറ്റി, ഡിപ്രഷൻ എന്നിവയെ വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. എന്നാൽ പിറ്റ്കെയിൻ ദ്വീപിൽ ഈ പറഞ്ഞതൊക്കെ ഒന്നും തന്നെ ഇല്ല. യാഥാർത്ഥ്യ ബന്ധങ്ങൾ മാത്രം നിലകൊള്ളുന്നു. ദ്വീപ് നിവാസികൾ പരസ്പരം സംസാരിക്കുന്നു. കുട്ടികൾ ട്രെൻഡുകൾ പിന്തുടരുന്നതിനു പകരം മരങ്ങൾ കയറി വളരുന്നു. മുതിർന്ന വ്യക്തികൾ ഓഫീസ് ലൈറ്റുകൾക്ക് കീഴിൽ ഇരിക്കുന്നതിനു പകരം പൂന്തോട്ടങ്ങളിലും തുറന്ന ആകാശത്തിനു കീഴിലുമായി കൂടുതൽ സമയം ചെലവാക്കുന്നു. അവരുടെ സന്തോഷം വരുന്നത് പ്രകൃതി, സമൂഹം, ലക്ഷ്യം എന്നിവയുമായുള്ള ബന്ധത്തിൽ നിന്നാണ്. ലൈക്കുകളിൽ നിന്നോ കമന്റുകളിൽ നിന്നോ ഫോളോവേഴ്സിൽ നിന്നോ അല്ല. ഓൺലൈനിലായിരിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഈ ലോകത്ത് പിറ്റ്കെയിൻ ഐലൻഡ് ഒരു വ്യത്യസ്ത അനുഭവമാണ് നൽകുന്നത്. ഒരുപക്ഷെ സന്തോഷം ഒരു സ്ക്രീനിനുള്ളിലല്ല എന്നും മികച്ച ജീവിതത്തിലേക്കുള്ള താക്കോൽ വേഗതമേറിയ വൈഫൈ അല്ല, മറിച്ച് സാവധാനത്തിലുള്ള ജീവിതമാണ് എന്ന് ഈ ഐലൻഡ് നമ്മെ പഠിപ്പിക്കുന്നു. അനന്തമായ തിരക്കിലൂടെ അവർ വിജയം തേടുന്നില്ല, എന്നാൽ അവർ ലാളിത്യത്തിൽ സന്തോഷം കണ്ടെത്തുന്നു. നമ്മളിൽ മിക്കവരും മറന്നുപോയ ഒരു ആശയം. അതിനാൽ അടുത്ത തവണ ഇന്റർനെറ്റിന്റെ അനന്തമായ ശബ്ദത്തിൽ നിങ്ങൾ അസ്വസ്ഥരാകുമ്പോൾ ഓർക്കുക, സമയം പതുക്കെ നീങ്ങുന്ന ജീവിതം കൂടുതൽ പൂർണ്ണതയിലുള്ള ഒരു ചെറിയ ദ്വീപുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. See you soon.